സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവിതം മടുത്തു പോയവർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം മടുത്തെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അതായത് ഒരു ചോദ്യചിഹ്നം ഇടുക. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് നമുക്കത് കിടക്കണം എപ്പോഴും. അങ്ങനെ നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതത്തിൽ പിന്നീടും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? നമുക്കൊരു ജീവിത ലക്ഷ്യം എപ്പോഴും നമുക്കുണ്ട്. നമ്മളെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 3 മതത്തിന്റെ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് നമുക്ക് പുനർജന്മം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും അതായത് ബിസിനസ് പരാജയങ്ങളോ അല്ലാതെയുള്ള എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു ജന്മം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ജന്മത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ഇരട്ടി നമ്മൾ കഠിനമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് തന്നെ പോകണം. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തിരിച്ചോടുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. നമ്മൾ ഒരു കാര്യങ്ങൾ ആലോചിക്കുക, നമ്മളെ വീട്ടിൽ നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നതും നമ്മളെ ഓരോരോ കാര്യങ്ങൾ നോക്കിയതും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ അത് ചിന്തിച്ച് നോക്കണം. കാര്യം വേറൊരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തകർച്ചയോ നമ്മൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തകർച്ചകളോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല വിഷമങ്ങളോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരാൾ വന്ന് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകും, നിങ്ങളെ കുറച്ച് പൈസ തന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും വരത്തില്ല നിങ്ങളെ സഹായിക്കാനോ നിങ്ങളെ കൈപിടിക്കാനോ ആരും വരത്തില്ല. അതായത് വീഴ്ച വരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അടുക്കത്തില്ല. അവനെ വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടാനേ എല്ലാവരും നോക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളെ മനസ്സിനെ തൻ്റെ ഇടം നമ്മൾ കണ്ടെത്തി നമ്മളെ മനസ്സിന് ധൈര്യം കൊടുത്ത് നമ്മൾ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വഴി നമുക്ക് തന്നെ വെട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചോടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തൊരു ജന്മത്തിൽ നമുക്ക് അത് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടതായി വരും എന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ മനസ്സിലിരുത്തി നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതായ ഒന്നുമില്ല. കാര്യം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. കാര്യം ദൈവമായിട്ട് നമ്മളെ കയ്യിലേക്ക് ഒന്നും കൊണ്ട് തരത്തില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇറങ്ങി നിങ്ങൾ പ്രവർത്തിക്കുക. അല്ലാതെ മടി പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അലസനായി പോയി നമ്മളെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല, നമ്മളെ കൊണ്ട് ഒരു കാര്യങ്ങളും ഇതില്ലെന്നും പറഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും ഇരിക്കരുത്. എപ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ഈ തളർന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ കൂടുതലായിട്ട് വരത്തുള്ളൂ. നമ്മൾ അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ മാറ്റിയിട്ട് പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരണം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ വിജയിക്കും, നമ്മളെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ലെന്ന് നമ്മളെ മനസ്സിനെ ധൈര്യപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തിരിച്ചോടുന്നതല്ല. അഭികാമ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ നിർത്തിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.